അപ്പോൾ നമ്മൾ ഇനി തൃശ്ശൂരേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഗുരുവായൂരുള്ള ഒരു ഡ്രോൺ പൈലറ്റിനെ പരിചയപ്പെടാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രോൺ പൈലറ്റ് എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊന്നിൻ സെൽവൻ, അതുപോലെ തന്നെ ഇന്ത്യൻ 2, ആടുജീവിതം, ഈ ബിഗ് ബജറ്റ് ചിത്രങ്ങളിലൊക്കെ ഡ്രോൺ പറത്തിയ ആളാണ് നമ്മുടെ സജീഷ്. അപ്പോൾ ഹെലിക്യാം പറത്താനുള്ള DGCA ലൈസൻസ് ഉള്ള ചുരുക്കം മലയാളികളിൽ ഒരാൾ കൂടിയാണ് സജീഷ്. സജീഷേട്ടാ, ചില്ലറ സാധനങ്ങളല്ല കേട്ടോ ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രോണൊക്കെ പുറത്തൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ക്യാമറ ഉണ്ടാവും, ഒരു ഡ്രോൺ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അത്ര നിസ്സാര സെറ്റപ്പ് അല്ലല്ലോ. ഇത് സിനിമ മാത്രമാണ് ഇതിൻ്റെ ഇത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ സംഭവങ്ങൾക്കൊക്കെ കുറെ സെറ്റ് ചെയ്യാൻ തന്നെ കുറേ നേരം എടുക്കും. പിന്നെ ഇത് ഏതാ ശരിക്കും എവിടെ ഏതാ ഇതിൻ്റെ ഒരു മോഡല്, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? ഇത് DJ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഇൻസ്പയർ 3 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ 8K വരുന്ന X9 എന്ന് പറഞ്ഞ ക്യാമറയാണ്. അതിൽ 8K ആണ് ഇതിൻ്റെ റോ ഫുട്ടേജ് വരും, വീഡിയോയിൽ റോ ഫുട്ടേജ് വരും. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രെയിം മിമിക് ഉപയോഗിച്ചിട്ട് ട്രൈപോഡിൽ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം പിടിക്കാൻ പറ്റും. ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ DOPക്ക് വേണമെങ്കിൽ ഫ്രെയിം കമ്പോസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറത്തണമെങ്കിൽ സാധാരണ ആൾക്കാർക്ക് പറത്താൻ പറ്റുമോ? ഇല്ല, ഇതിന് ലൈസൻസ് എടുക്കണം. അത് എവിടെ ലൈസൻസ് കിട്ടുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? ഞാൻ ലൈസൻസ് എടുത്തത് തെലുങ്കാന സ്റ്റേറ്റിൻ്റെ ഏവിയേഷൻ അക്കാഡമിയിൽ നിന്നാണ്. അവിടെ 7 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ഡ്രോൺ ഫ്ലൈ ചെയ്യുക, ഡ്രോൺ അസംബ്ലി ചെയ്യുക, പിന്നെ തിയറിക്കായിട്ട് ഉള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രോൺ പൈലറ്റാണ്. ഇപ്പോൾ ഡ്രോൺ പൈലറ്റാണ്. ഇതിലിപ്പോൾ ഏതൊക്കെ സിനിമകളിലാണ് ചേട്ടനിപ്പം ചെയ്തിട്ടുള്ളത്? പ്രധാനപ്പെട്ട സിനിമകൾ കുറച്ച് പറയാം. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ തെലുങ്ക് പടമാണ്. ശങ്കർ സാറ് ഡയറക്റ്റ് ചെയ്തിട്ട് രാംചരൻ അഭിനയിക്കുന്ന പടമാണ്. അതിന് മുന്നേ ചെയ്തത് ഇന്ത്യൻ 2 ആയിരുന്നു. അതേമാതിരി പൊന്നിയൻ സെൽവം. മലയാളത്തിലാണെന്ന് വെച്ചാൽ പുലിമുരുകൻ തൊട്ടിട്ട് ഒടിയൻ, അങ്ങനെ 70ഓളം പടം ചെയ്ത് കഴിഞ്ഞു. ആടുജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആടുജീവിതം മെയിനായിട്ട് ഡെസേർട്ടിലായിരുന്നു. ഡെസേർട്ടിൽ ഭയങ്കര പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്തായിരുന്നു ആടുജീവിതം ഉണ്ടായിരുന്നത്. അതിൽ ഡ്രോൺ കാണാണ്ടാവുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രോൺ കാണാണ്ടായ? അതെ അതെ അതെ. ഡ്രോൺ പക്ഷേ ഇത് റിട്ടേൺ ഹോം ഓപ്ഷൻ ഉള്ളതുകൊണ്ട് GPS വെച്ചിട്ട് മിസ്സായാലും അത് തിരിച്ചു വരും. ബാറ്ററി ഉണ്ടെങ്കിൽ തിരിച്ചു വരും. അത് സെൻസറൊക്കെ ഉള്ള കാരണം ഒരിക്കലിടിക്കാണ്ട് തിരിച്ചു വന്നോളൂ. അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമില്ല. ഒരുപാട് പ്രൊജക്റ്റുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇനിയുണ്ട്, മലയാള പടം ഒരെണ്ണം തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഡ്രോൺ മാത്രം വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഡ്രോൺ പൈലറ്റിൻ്റെ വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് സിനിമകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. പുതിയ എക്യുപ്മെൻറ്റ്സ് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക, പരമാവധി ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമായി ഉൾക്കൊണ്ടിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ലിഷോയ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഒരു ഡ്രോൺ പറക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ പുറകിൽ ഇത്രയും വലിയ സെറ്റൊക്കെ ചെയ്യണം, അതിനൊക്കെ ശേഷമാണ് ഇതിങ്ങനെ പറത്തി വിടുന്നതെന്ന് വിചാരിക്കത്തേ ഇല്ല. അപ്പോൾ ഈ സജീഷ് എന്ന് പറയുന്ന ചേട്ടൻ അത് ഒട്ടും ചെറിയൊരാളല്ല, വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സെലിബ്രിറ്റി കൂടിയാണ്. അപ്പോൾ പറയൂ സജീഷിൻ്റെ വിശേഷങ്ങളൊക്കെ. തീർച്ചയായും നമ്മൾ തന്നെ പല വാർത്തകൾക്കും അതുപോലെ തന്നെ പല വിഷ്വൽസും ഷൂട്ട് ചെയ്യാനായിട്ട് ഡ്രോണൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ ഡ്രോണൊക്കെ ഈ കണ്ട ഡ്രോണിൻ്റെ ഒരു പകുതിയിൽ താഴെ മാത്രമേ വലിപ്പമൊക്കെ ഉണ്ടാകാറുള്ളൂ. അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, വേണമെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷേ ഈ ഒരു സജീഷിൻ്റെ കയ്യിലുള്ള ഈ ഒരു ഡ്രോൺ എന്ന് പറയുന്നത് DJI എന്ന കമ്പനിയുടെ ഏറ്റവും ഹൈ എൻഡ് മോഡലാണ്. അത് കേരളത്തിൽ ആകെ വിരലിലെണ്ണുന്ന ആളുകളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, അതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള ഒരു വ്യക്തി കൂടിയാണ്. കൂടാതെ ഇതിൻ്റെ ആ ഒരു ക്യാമറയും മറ്റുമൊക്കെ എല്ലാം ഡ്രോണും അതിനൊപ്പം തന്നെ നമ്മൾ ഒരു DSLR ക്യാമറ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ SLR ക്യാമറ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത്രയും വലിപ്പമുള്ള ഒരു ക്യാമറയൊക്കെയാണ് അതിലൊക്കെ ഉള്ളത്. എന്തായാലും 8K റെസൊല്യൂഷനിൽ വളരെ മികവാർന്ന ചിത്രങ്ങളും വീഡിയോയും എല്ലാം തന്നെ പകർത്തുന്ന ഒരു വ്യക്തി. കൂടാതെ ഈ അദ്ദേഹം വർക്ക് ചെയ്ത സിനിമകളുടെ ആ ഒരു പേര് കേട്ടപ്പോൾ ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാനത് ആദ്യം ആടുജീവിതത്തിൽ ഡ്രോൺ ചെയ്ത സജീഷ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അതിന്
ശേഷം അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പടങ്ങളുടെ ഒരു ലിസ്റ്റ് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ആളുടെ ഒരു റേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒരുപാട് വ്യക്തികൾ ഡ്രോണൊക്കെ പറത്തുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, ലൈസൻസ് ഉണ്ട്. അതൊക്കെ ഉള്ള അതൊക്കെ എടുത്തുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പലപ്പോഴും പലരുടെ പക്കലൊന്നും അത്തരത്തിലുള്ള ലൈസൻസോ അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനിയും ഒരുപാട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മലയാളം ചിത്രം ഇറങ്ങുന്നുണ്ട്. ഡ്രോൺ വെച്ച് മാത്രം ഒരു മലയാള ചിത്രം ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സജീഷിൻ്റെ ഒരു പ്രൊജക്റ്റ്, പുതിയൊരു പ്രൊജക്റ്റായി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ ഡിസ്കഷന് പോകാനിരിക്കുകയാണെന്നാണ് സജീഷ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ആവുകയാണെങ്കിൽ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഒരു വ്യത്യസ്തമാർന്നൊരു ചിത്രമായിരിക്കും. ഡ്രോൺ വെച്ച് മാത്രം ഒരു സിനിമ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം കൂടിയല്ല. എന്തായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുന്നു. നമുക്കും ആ നല്ല ദൃശ്യഭംഗിയുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇനിയും സമ്മാനിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ ലിഷോ. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ ക്യാമറയ്ക്ക് പുറകിലുള്ളത് വിഷ്ണു ചേട്ടനും ശ്യാം ചേട്ടനുമാണ്. സജീഷിന്റെ വാർത്ത കണ്ടപ്പോൾ രണ്ടുപേരും സൂക്ഷ്മമായിട്ട് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇനി ഡ്രോൺ വാങ്ങാനുള്ള പുറപ്പാടിലാണോ എന്ന് ഇനി ഇതിന് ശേഷം വേണം ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സജീഷിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഇനിയും വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്കൊക്കെ ഭാഗമാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നമുക്കും അതൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു മലയാളി ഈ വലിയ വലിയ ചിത്രങ്ങൾക്കൊക്കെ പുറകിൽ ഇങ്ങനെ ക്യാമറ ചലിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ശരി ലിഷോയ്.